പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ 14ാം വാർഡായ പാറക്കണ്ടത്തിൽ കടുത്ത മത്സരമാണ് ഇരു വിഭാഗവും തമ്മിൽ നടക്കുന്നത്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി കെ.ഇ. മുഹമ്മദ് ഫസലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇത്തവണ ഭരണം പിടിക്കാൻ തന്നെയാണ് മത്സരമെന്നാണ് ഫസൽ പറയുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇലക്ഷനിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സമീറയുടെ പ്രചരണജാതിയാണ് റോഡ് ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം യുഡിഎഫ് പെരുമണ്ണ പഞ്ചായത്ത് ഭൂരിപക്ഷം നേടും ആളുകളെ എല്ലാം തന്നെ 10 വർഷത്തെ പാർട്ടിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ തീർച്ചയായും 10 വർഷത്തോളം NDF പഞ്ചായത്തിൽ ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് ജനങ്ങളെല്ലാം തന്നെ വിധിക്കുകയാണ്. ഇപ്രാവശ്യം നിർബന്ധമായും യുഡിഎഫ് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ നല്ല രീതിയിലുള്ള ആവേശപൂർവമായിട്ടുള്ള പിന്തുണയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും യുഡിഎഫിന്റെ വിജയിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിക്കും. പെരുമണ്ണ പഞ്ചായത്ത് യുഡിഎഫ് തൂത്തുവാരുമെന്നാണ്. പെരുമണ്ണ കുന്നമംഗലം ബ്ലോക്ക് ഡിവിഷനിലെ പുത്തുമണ ഡിവിഷനിൽ നിന്ന് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും 10 വർഷക്കാലത്തോളം ജനപ്രതിനിധിയായിട്ടും പുത്തുമണ കൈരളി ബാങ്കിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ശക്തമാണ്. ഏത് വീടുകളിൽ കയറി ചെന്നാലും ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യുഡിഎഫ് ഈ പ്രാവശ്യം ഭരണം എന്തായാലും പെരുമണ്ണ പഞ്ചായത്ത് ഭരിക്കും. അതോടൊപ്പം തന്നെ പെരുമണ്ണയിലെ മുഴുവൻ ബ്ലോക്ക് ഡിവിഷനും കുന്നമംഗലം ബ്ലോക്ക് ഡിവിഷൻ പെരുമണ്ണ പഞ്ചായത്ത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നതാണ്. വളരെ ഗംഭീരമായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ കുടുംബയോഗങ്ങള് നിരവധിയായിട്ട് ദിവസം ഒരു 4-5 ഇന്നലെ 14 കുടുംബയോഗങ്ങൾ നടന്നു പെരുമണ്ണ പഞ്ചായത്തിൽ. ഇന്നൊരു 6 യോഗങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് 6 യോഗങ്ങളുണ്ട്. പിന്നെ മൊത്തത്തില് എല്ലാ ഭാഗത്തും വനിതമാരും ഒന്നുകൊണ്ട് സ്കോഡ് പ്രവർത്തനം നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ നല്ല യുവ നിരയാണ് ഇറക്കിയിരിക്കുന്നത്. പെരുമണ്ണയിൽ ഒരു ബസ് സ്റ്റാൻഡ്, നല്ല രീതിയിൽ ബസ് സ്റ്റാൻഡ്, അത്യാധുനിക സൗകര്യങ്ങളുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനുവേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പല പദ്ധതികളും ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരുടെ അടുത്ത് ഫണ്ട് ബസ് സ്റ്റാൻഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക എന്നുള്ളൊരു സ്ഥിരം പല്ലവിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെന്തായാലും ഒരു മാറ്റം യുഡിഎഫ് വന്നാലും ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല, ഇവിടെ ചാലിയാറ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ 1 കോടി രൂപ പഞ്ചായത്തിന് നൽകിയെങ്കിലും അവര് അതിന്റെ പാർശ്വഭിത്തി കെട്ടിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ആ പാർശ്വഭിത്തിയെല്ലാം കാലവർഷത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുകയാണ്. 60 ലക്ഷത്തോളം രൂപ വെള്ളത്തിലായിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ വികസന പുറത്തുനിന്ന് മാറ്റിവെക്കേണ്ട തുകയാണ്. അതാണ് വെള്ളത്തിൽ പോയിരിക്കുന്നത്. ജനങ്ങളുടെ അടുത്ത് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് യുഡിഎഫിന് അനുകൂലമായ റിയാക്ഷനാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത്. എല്ലാവരും പറയുന്നത് എന്തായാലും മാറ്റം വേണം. മാറ്റത്തിനൊരു വോട്ട് എന്നാണ് നമ്മൾ ഈ പ്രാവശ്യം മുദ്രാവാക്യം തന്നെ. അതെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം വേണം തന്നെ അവരാഗ്രഹിക്കുന്നത്. അത് യുഡിഎഫ് വന്നു കഴിഞ്ഞിട്ടില്ല അവരുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്.